പ്രൊഡക്ഷൻ കൺട്രോളർ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണവുമായി നിർമ്മാതാവ് സാന്ദ്ര തോമസ്, പ്രൊഡക്ഷൻ കൺട്രോളർ റെനി ജോസഫ് സാന്ദ്ര തോമസിനെയും അച്ഛനെയും അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഓഡിയോ സന്ദേശം പുറത്തു വന്നു. അതാദ്യം കേൾക്കാം. ഞാൻ സാന്ദ്ര തോമസിനെ വിളിച്ചു, സംസാരിച്ചു. അവര് പറഞ്ഞു ഭയങ്കര ഇതാണ്. ഞാൻ പറഞ്ഞു സാന്ദ്ര, നീ കൂടുതൽ വിളയണ്ട. അപ്പൊ നിങ്ങൾ ആരാണ്? നീ വിളഞ്ഞ നീ ഒരു പെണ്ണല്ലടേ എന്ന് ചോദിച്ചു. നീ എനിക്കൊരു കേസെടുക്ക്. ഈ സാന്ദ്ര കൂടുതൽ വിളഞ്ഞ ഈ സാന്ദ്ര, ഞാൻ പറഞ്ഞു നീ കൂടുതൽ വിളഞ്ഞ നിന്നെ തല്ലിക്കൊന്ന് കാട്ടിക്കളെ എന്ന് പറഞ്ഞു. നീ ഞങ്ങളെ പറ്റി പ്രൊഡക്ഷൻ കൺട്രോളർമാര് സിനിമയിൽ വേണ്ടെന്ന് പറഞ്ഞാൽ നീ ആരാണെന്ന് ചോദിച്ചപ്പോ അവളുടെ മുണ്ടാട്ടം മുട്ടി. ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ അപ്പനെ തോമസിനെ എടുക്കും. ഇവള് വലുതായി കുറച്ച് സൗന്ദര്യം. തോമസ് ഡ്രൈവർ ആയിരുന്നപ്പോ ഈ ഡ്രൈവർക്ക് ജോലി കൊടുത്തതാണ് ഞങ്ങൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്ന ആളുകള്. ഇവള് ഒന്ന് വേദനിക്കണം, ദുഃഖിക്കണം. അതുകൊണ്ട് അവന്റെ അപ്പനെ ഈ തോമസിനെ വെറുതെ ഒരു ഫോൺ ഇപ്പൊ രാത്രി അടിച്ചാൽ വരും. അപ്പൊ സാന്ദ്ര ഒന്ന് കരയും. സാന്ദ്ര തോമസ് വലിയ ആള്. എവിടെ നിന്ന് കിട്ടി പണം? ആര് കൊടുത്ത പണം? നമ്മളൊക്കെ കൊടുത്ത തോമസ് ഡ്രൈവറായ ഡ്രൈവർ തോമസിന്റെ മോളല്ലേ സാന്ദ്ര. ഇത്ര എനിക്ക് പറയാനുള്ളൂ കേട്ടാ. ഷാംബായി അസോസിയേഷനോട് പറയാണ്, വിടൂല്ല. സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ കൺട്രോളർ മാറ്റം പറ്റി അനാവശ്യം പറഞ്ഞ ആദ്യം അപ്പനെടുത്ത് കമ്പത്തിൽ കെട്ടിച്ച് ഞാനടിക്കും, കൊല്ലും, തല്ലിക്കൊന്ന് ജയിലിൽ പോവും. അവളും വേണ്ട, സാന്ദ്രയും വേണ്ട. ആരിവള് എന്ത് നടി? അതിനു മുമ്പ് ഇവന്റെ ഈ നാളെ തോമസിനെ തൂക്കട കണ്ടോ? തോമസിനെ ഞാനൊരു കോള് വിളിച്ച ഈ ലോകം മുഴുവൻ എനിക്ക് ബന്ധങ്ങളാ. എല്ലാവർക്കും അറിയാലോ മലയാള സിനിമയ്ക്ക്. തോമസിനെ നാളെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കും ഞാൻ തോമസിനെ. അപ്പൊ ഇവള് ദുഃഖിക്കണം, ഇവളറിയണം, സാന്ദ്ര അറിയണം. സാന്ദ്ര എന്തിനാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാര് മലയാള സിനിമയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞ ഉത്തരം ആരെങ്കിലും തന്നേ മതിയാവൂ. അത് ഇവളുടെ അപ്പൻ തരും. ഇവളുടെ അപ്പനെ ഞാൻ തൂക്കിയെടുക്കുന്ന നാളെ കാലത്ത് എഴുതി ഒപ്പിട്ട് വെച്ചോ. ഇത്ര പറയാനുള്ളൂ. സാന്ദ്ര തോമസിനെതിരെ ഭീഷണിയും ലൈംഗിക അധിക്ഷേപവും നടത്തിയവർക്കെതിരെ നടപടി വരികയാണ്. പ്രൊഡക്ഷൻ കൺട്രോളർമാരായ റെനി ജോസഫ്, മുകേഷ് തൃപ്പൂണിത്തറ എന്നിവരെ സംഘടനയിൽ നിന്നും പുറത്താക്കിയെന്ന പ്രതികരണം ഇപ്പോൾ വരുന്നുണ്ട് ഫെഫ്കയുടെ ഭാഗത്ത് നിന്ന്. ജനറൽ ബോഡിയിൽ ശക്തമായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഏതെങ്കിലും അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതേ രീതിയിലുള്ള മോശമായിട്ടുള്ള എന്ത് പ്രതികരണമോ എന്തെല്ലാം വോയിസുകൾ വന്നാലും അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് നമ്മൾ തീരുമാനം ജനറൽ ബോഡിയിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ആ യൂണിയൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഇവിടുന്ന് പോലീസ് വിളിക്കുകയും ഇവർക്കെതിരെ FIR ഇട്ടു എന്നറിയിച്ചതിന് ശേഷം ഇന്ന് രാവിലെ ഫെഫ്ക നേതൃത്വം, നമ്മുടെ മാതൃ സംഘടനയായ ഫെഫ്ക നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ അവർക്കെതിരെ സസ്പെൻഡ് പോലുള്ള നടപടികൾ ഇപ്പോൾ എടുത്തിട്ടുള്ളതാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് സാന്ദ്ര തോമസിനോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. സാന്ദ്ര തത്സമയം ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, സാമൂഹ്യ നിരീക്ഷകൻ, ഒപ്പം ശ്രീ ഷിബുജി സുശീലൻ, ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രതിനിധി കൂടി ചേരുന്നുണ്ട്. സാന്ദ്ര തോമസ്, നോക്കൂ, അങ്ങേയറ്റം കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന, അമ്പരപ്പിക്കുന്ന ഒരു ഓഡിയോ സന്ദേശമാണ് നമ്മൾ ഇന്ന് ഈ ദിവസം കേൾക്കുന്നത്. സാന്ദ്ര തന്നെ പുറത്തുവിട്ടുന്ന ഒരു ശബ്ദ സന്ദേശമാണ്. അപ്പോൾ ഈ സംഭവത്തിന് ഇത്രത്തോളം പ്രകോപനത്തിന് ഒരു നിർമ്മാതാവായ സിനിമയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഇങ്ങനെ പ്രകോപനം നടത്തേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്? ഇതിന്റെ തുടക്കം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ. ആദ്യം അത് ഞാൻ ഒരു സാമൂഹ്യ മാധ്യമത്തിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സിനിമയിലും ഉണ്ടാവണം. അത് സിനിമയിൽ ഇപ്പോഴും പല തസ്തികകളിലും മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ടെക്നോളജി മാറുന്നതനുസരിച്ച് സിനിമയിലും മാറ്റങ്ങൾ വരണം. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ജോലി അത് ഇന്ന് പ്രൊഡക്ഷൻ കൺട്രോളിങ് അല്ല, അതിൽ കൂടുതൽ ആർട്ടിസ്റ്റ് മാനേജ്മെൻ്റ് ആണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ അതൊരു വാസ്തവമാണ്. അപ്പോൾ അത് എനിക്കുണ്ടായ അനുഭവത്തിൻ്റെ പുറത്താണ് പല കാര്യങ്ങളിലും പല കൺട്രോളർമാരും കട്ട് എടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു കട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കട്ട് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഓരോ നിശ്ചിത എമൗണ്ടിലും അവരുടേതായ ഒരു നിശ്ചിത രൂപ അവർ കട്ടായിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ സിനിമയുടെ ബഡ്ജറ്റിനെ ബാധിക്കുന്നതും, ചില സിനിമകൾ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 3 കോടി, ഇപ്പോൾ എൻ്റെ തന്നെ അവസാന സിനിമ 3.5 കോടി രൂപ പ്ലാൻ ചെയ്ത സിനിമ 7 കോടി രൂപയിലാണ് വന്ന് അവസാനിച്ചത്. ഇതൊക്കെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ എവിടെയാണ് ഈ 7.5 കോടി അല്ല 7 കോടി രൂപ എന്ന് നമ്മൾ അതിശയിച്ചു പോകും. സിനിമയിൽ കാണാനില്ല, ഫ്രെയിമിൽ കാണാനില്ല. അപ്പം
ഈ പൈസ എല്ലാം എവിടോട്ടാണ് പോകുന്നത്? അപ്പം ഇങ്ങനെ ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ എൻ്റെ ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ ഈ 15 വർഷമായി മലയാള സിനിമയിൽ നിൽക്കുന്ന 15ഓളം സിനിമകൾ ചെയ്ത, അതിൽ സ്റ്റേറ്റ് അവാർഡും ക്രിട്ടിക്സ് അവാർഡും അടക്കം, ഇപ്പം എൻ്റെ സിനിമയിൽ 8ഓളം സിനിമ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഷിബു കുറ്റിമൂട്. അപ്പം അദ്ദേഹവും ഇതിൽ ഇരിപ്പുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ നല്ല ആൾക്കാരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. എൻ്റെ സിനിമ തന്നെ ചെയ്തിട്ടുള്ള രാജൻ ഫിലിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ വളരെ നല്ല മനുഷ്യരാണ്. അപ്പം ഇല്ലയെന്നല്ല ഞാൻ, പക്ഷേ എനിക്ക് കൂടുതലും മോശം അനുഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം എനിക്ക് മാത്രമല്ല, നിർമ്മാതാക്കളായി ഇവിടെ ഉള്ള മലയാള സിനിമയിലുള്ള ഇത് പലപ്പോഴും നിർമ്മാതാക്കളുടെ സംഘടനയിലും ഒക്കെ ചർച്ചയാവുന്ന ഒരു വിഷയം തന്നെയാണ്. അതായത് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ സിനിമയിൽ ഇനി ആവശ്യമില്ല, അല്ലെ അതിൻ്റെ ആ തസ്തിക എടുത്തു മാറ്റേണ്ട സമയമായി, പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ അവിടെ വരണം എന്നുള്ള ചർച്ചകൾ എപ്പോഴും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലടക്കം നടക്കാറുണ്ട്. ഒരു പരിവർത്തനം എല്ലാവരും ആഗ്രഹിക്കുന്നു. പരിവർത്തനത്തിനാണ് താങ്കളും ശബ്ദമുയർത്തിയത്. ഈ 400 പേരുള്ള ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ ഗ്രൂപ്പിലേക്കാണ് ഈ ഓഡിയോ സന്ദേശം വരുന്നത്. അപ്പോൾ ഈ ഓഡിയോ സന്ദേശത്തെ എതിർത്തുകൊണ്ട്, കാരണം സാന്ദ്രയ്ക്കൊപ്പം നേരത്തെയും വർക്ക് ചെയ്ത ആളുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു, അവരാരെങ്കിലും ഇതിനെ വിമർശിച്ചുകൊണ്ട് ആരെങ്കിലും രംഗത്ത് വന്നോ? ഇല്ല, ആരും വന്നില്ല എന്ന് മാത്രമല്ല, ഈ ഓഡിയോ സന്ദേശം വരുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ച് ഇതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഈ ഗ്രൂപ്പിലേക്ക് ഇടുന്നത്. ഞാൻ അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്തതിന് ശേഷമാണ് ഗ്രൂപ്പിലേക്ക് ഇടുന്നത്. ഗ്രൂപ്പിലേക്ക് ഇട്ടതിന് ശേഷം ഈ ഗ്രൂപ്പിലുള്ള ഇപ്പോൾ ഈ കൺട്രോളർമാരായിട്ടുള്ള എനിക്ക് പരിചയമുള്ള മറ്റ് പ്രൊഡക്ഷൻ കൺട്രോളർമാർ തന്നെ എനിക്കിത് പല പ്രാവശ്യമായിട്ട് അയച്ചു തന്നു. പലരും അയച്ചു തരുന്ന കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ആദ്യം ഞാനത് തമാശയായിട്ട് വിട്ടുകളഞ്ഞു. കാര്യം ഇപ്പം നമ്മളൊരു കാര്യം പറയുമ്പോൾ പലർക്കും വിഷമം തോന്നാം. പ്രത്യേകിച്ചും പ്രൊഡക്ഷൻ കൺട്രോൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന പല കൺട്രോളർമാർക്കും അയ്യോ അവർ പറഞ്ഞത് ശരിയായില്ല എന്ന തോന്നലുണ്ടാവാം. ശരിയായിരിക്കാം, അതിനെ ഞാൻ ബഹുമാനിക്കുന്നു. എതിരഭിപ്രായങ്ങളുണ്ടാവാം. പക്ഷേ ഇതുപോലെ കൊല്ലും തിന്നും എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ കുടുംബത്തോടെ വെട്ടി കാനയിലിടും എന്നൊക്കെ പറയുന്നത് പോലെ ഒക്കെ പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമല്ലേ? അത് മാത്രമല്ല, എന്നെയും എൻ്റെ അച്ഛനെയും കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു, ഇല്ലാത്ത കഥകളുണ്ടാക്കുന്നു. എൻ്റെ അച്ഛൻ ഡ്രൈവറായിരുന്നു എന്നും അദ്ദേഹം ഇവരുടെ 500 രൂപ മേടിച്ചിട്ടുണ്ട്, ആ 500 രൂപയ്ക്കാണ് ഞാൻ വളർന്നതും എന്നൊക്കെ പറയുന്ന കള്ളത്തരം മാത്രമല്ല, ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത് ഇങ്ങനെ ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പിലേക്ക് ഇടുന്നു. ഈ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഈ പറയുന്ന അഡ്മിൻസ് അടക്കം, ഈ ഷിബു, ബാദുഷ അടക്കമുള്ള എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളുകളടക്കം ഇവരെല്ലാവരും, ഇപ്പോൾ ഈ ശിവചേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. ഞാൻ ഇതിട്ടപ്പോൾ, അതായത് ഈ യൂട്യൂബിൽ ഇങ്ങനൊരു വീഡിയോ വന്ന സമയത്ത്, ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളർമാരെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോ വന്ന സമയത്ത് ശിവചേട്ടൻ എന്നോട് ചോദിച്ചു, എന്നെക്കുറിച്ചാണോ പറഞ്ഞത്, എന്നെക്കുറിച്ചാണോ ഇങ്ങനൊരു മെസ്സേജ് ഇട്ട് എന്നെ എല്ലാവരും വിളിച്ച് ചോദിക്കും. ഞാൻ ശിവചേട്ടൻ പറഞ്ഞു, ഞാൻ ശിവചേട്ടനെ അല്ല ഉദ്ദേശിച്ചത് എന്ന് ഞാൻ ശിവചേട്ടനോട് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അതിനുശേഷവും അദ്ദേഹമാണ് ഇപ്പം എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്നൊരു വ്യക്തി. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ആ മാനനഷ്ട കേസിലേക്ക് വരുന്നത്? ഞാനിവിടെ ഒരു കേസ് കൊടുത്തതുകൊണ്ട്. എന്നെ വിളിച്ച് മോശം പറയുകയും എന്നെ വിളിച്ച് വൃത്തികേട് പറയും, എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഞാൻ കംപ്ലൈൻറ്റ് കമ്മീഷണർക്ക് കൊടുത്തതിന് ശേഷമാണ് ഇവരിങ്ങനെ ഒരു മാനനഷ്ട കേസുമായിട്ട് സ്ത്രീകളെ എന്താണ് ഈ കംപ്ലൈൻറ്റ് കമ്മീഷണർക്ക് കൊടുക്കുന്നത്? പോലീസിന്? ഞാൻ ഇത് നടന്നത് 20-ാം തീയതിയാണ്. ഞാൻ പിറ്റേ ദിവസമാണ് കമ്മീഷണർക്ക് പരാതി അയക്കുന്നത്. അതിനുശേഷം 25-ാം തീയതിയാണ് പോലീസ് പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് പോലീസ് വന്ന് മൊഴിയെടുക്കുന്നതും FIR ഇടുന്നതും. അപ്പോൾ ഇത്രയും സമയമായിട്ട് കൂടി എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഓഡിയോ ക്ലിപ്പിംഗ് പുറത്ത് വിടണമെന്ന് തോന്നേണ്ടി വന്നത്, അതിൻ്റെ ഒരു അനിവാര്യതയിലേക്ക് എത്തിയത്? കാരണം ഇവർ മാനനഷ്ട കേസ് കൊടുത്തല്ലോ, പ്രൊഡക്ഷൻ കൺട്രോളിൻ്റെ യൂണിയൻ, അതായത് ഫെഫ്ക എനിക്കെതിരെ 50 ലക്ഷം രൂപയ്ക്ക് മാനനഷ്ട കേസ് കൊടുത്തതിന് ശേഷം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിച്ചന്വേഷിച്ചു. അതിനുശേഷം ഞാൻ ഇവരെ വിളിക്കുന്നുണ്ട്, അപ്പോഴൊന്നും ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ അവസാനം ഞാൻ SITയിൽ വിളിച്ച് എനിക്കിതിൻ്റെ ഒരു അപ്ഡേറ്റ് കിട്ടുന്നില്ല, എന്തായി എന്നറിയാൻ വേണ്ടി SITയിൽ വിളിച്ചു. ഇതിന് ശേഷമാണ് അവരിന്നലെ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് ഫോൺ എടുത്ത് സംസാരിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു, എന്തായി കേസ് എന്തായി എന്ന് ചോദിച്ചപ്പോൾ
അത് ഞങ്ങൾ ഇച്ചിരി തിരക്കായി പോയി എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പിന്നെ തിരക്കായി പോയി, ഇതിൻ്റെ ഇടയിൽ എനിക്കോ എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനോ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആര് സമാധാനം പറഞ്ഞേനെ, അപ്പോഴും നിങ്ങളിങ്ങനെ തിരക്കായി പോയി എന്ന് പറയുമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞില്ല, ഞങ്ങൾ സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് കുറച്ചധികം തിരക്കായി പോയി. അപ്പോൾ ഇത്രയും മോശമായിട്ടുള്ളൊരു ഇപ്പൊ ഈ അടുത്ത് തന്നെ ഉണ്ടായ ഒരു കേസിൽ ഇൻഡയറക്റ്റ് ആയിട്ട് മോശമായിട്ടുള്ള, അതായത് അങ്ങേയറ്റം ലൈംഗിക അധിക്ഷേപമുണ്ട്. ഓരോ സെക്ഷൻ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെക്ഷനിലും ഇത് കേട്ട് കഴിഞ്ഞാൽ, കാരണം നമ്മുടെ പബ്ലിക് ഡൊമൈനിലേക്ക് ഇന്ന് വരുന്നു. അതേ സമയത്ത് ഇവർക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 100-400 അംഗങ്ങൾ ഉള്ള വാട്സപ്പ് ഗ്രൂപ്പിലാണ്. അപ്പോൾ അതനുസരിച്ചാണ് പരാതി നൽകുന്നത്, അതിൻ്റെ ഓഡിയോ സഹിതം. അപ്പോൾ പോലീസിന് വേറെ ഒന്നും ചിന്തിക്കേണ്ടതില്ല. പ്രഥമ ദൃഷ്ട്യാ FIR ഇടുന്ന ഒരു കേസിൽ ഇത്രയും നാളായിട്ടും ഒന്ന് വിളിച്ചു പോലും ചോദിച്ചില്ല എന്ന് പറയുന്നത് എന്താണ് അതിൽ സംശയം സാന്ദ്രയ്ക്കുള്ളത്? തീർച്ചയായിട്ടും ഇതിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം രാഷ്ട്രീയപരമായിട്ടും എല്ലാ രീതിയിലും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഇടപെട്ട് തന്നെയാണ് ഈ കേസ് ഇപ്പോൾ ഇങ്ങനെ പോലീസിൻ്റെ സൈഡിൽ നിന്ന് ഒരു മെല്ലെപ്പൊക്കെ ഉണ്ടാവാനായിട്ടുള്ളൊരു കാരണമായിരിക്കുന്നത്. അതല്ലാതെ ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു ലൈംഗിക അധിക്ഷേപവും ഒരു കൊലവിളിയും എല്ലാം നടത്തിയിട്ടും പോലീസ് ഇതിനകത്ത് അനാസ്ഥ കാണിക്കുക എന്ന് പറയുന്നതിനകത്ത് എന്താണ് ലോജിക്ക് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇരട്ട നീതി എന്നൊക്കെ പറയുന്നത് പോലെയാണ്. ഈ അടുത്ത് തന്നെ ജനറൽ സെക്രട്ടറിയും ഈ ഗ്രൂപ്പിൽ അംഗമാണോ? ആര് അംഗം? ഈ ജനറൽ സെക്രട്ടറിയും അതെനിക്കറിയത്തില്ല. ഇതിനകത്ത് 450ഓളം പേരുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ അദ്ദേഹം കേട്ടിരിക്കാം, നേരത്തെ അദ്ദേഹം കേട്ടിരിക്കാം. പക്ഷെ അദ്ദേഹം ഇതിനെക്കുറിച്ചെല്ലാം അറിയുന്ന ഒരാളാണ്. കാര്യം ഫെഫ്ക ആണല്ലോ ഇപ്പൊ മാനനഷ്ടത്തിന് കേസ് കൊടുത്തേക്കുന്നത്. അപ്പൊ എന്തായാലും 5 ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെക്കാതെ 50 ലക്ഷം രൂപയ്ക്ക് കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും അദ്ദേഹം അറിഞ്ഞിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ അടിയിൽ നടക്കുന്ന ഒരു ഗുണ്ടാ സംഘമാണ്. അത് ഇത്രയും നാളും ആളുകൾ അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കുറച്ചും കൂടെ ഇപ്പം എന്നെ പോലുള്ള ആൾക്കാർ പുറത്തേക്ക് വരുമ്പോൾ ഇത് പുറത്തു വരുന്നത്. എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു സ്ത്രീകളും ഒരു കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് പോയില്ല? അതിൻ്റെ കാരണം ഇതാണ്. ഇവിടെ ഗുണ്ടാ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എത്രയോ പേര് എന്നെ വിളിച്ചിട്ട് ചേച്ചി ഓക്കെ അല്ലേ, പേടിയുണ്ടോ, സൂക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു. ഇത് കാര്യം പലർക്കും അനുഭവങ്ങളുള്ളവരുണ്ട്. അനുഭവങ്ങൾ ഭീഷണിപ്പെടുത്തിയതുകൊണ്ട്, ഉപദ്രവിച്ചവരുമുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ ഒരു സ്ത്രീകളും മുന്നോട്ട് വരാത്തത്. ഇനി സത്യം പറഞ്ഞാൽ ഞാനും പറയുന്നത് മുന്നോട്ട് വരരുതേ എന്നാ. കാര്യം വന്ന എൻ്റെ അനുഭവം വളരെ മോശമാണ്. മുന്നോട്ട് പോകുമ്പോൾ കണ്ടില്ലേ, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പോലും ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. ആകെപ്പാടെ ഇതിപ്പോൾ ഞാൻ മുന്നോട്ട് വന്ന് വെളിയിൽ വന്ന് മീഡിയയിൽ വന്ന് സംസാരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഫെഫ്ക പോലും ഒരു ആക്ഷൻ എടുത്തേക്കുന്നത്. അത് ഫെഫ്കയുടെ ഒരു കപട മുഖമാണ് പുറത്ത് കാണിച്ചിരിക്കുന്നത്. അവരുടെ മുഖം നഷ്ടപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഫേസ് രക്ഷിക്കാൻ വേണ്ടി മാത്രമായിട്ട് 2 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പൊ വന്നിരിക്കുകയാണ്. ഇതിലൊക്കെ എന്ത് കാര്യമാണുള്ളത്? ഈ സാന്ദ്രയ്ക്കെതിരെ ഇത്രയും ലക്ഷം രൂപയുടെ മാനനഷ്ട കേസ് ഇപ്പോൾ അവർ തിടുക്കപ്പെട്ട് സ്വീകരിക്കാനുള്ള നടപടി, അതിന് മുതിർന്നത് എന്തുകൊണ്ടായിരിക്കാം? അതിന് പിന്നിലെ സപ്പോർട്ട് ആരുടേതായിരിക്കാം? അതിനകത്ത് സംശയമൊന്നുമില്ല. അതിനകത്ത് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി തന്നെയാണ് ഇതിൻ്റെ പുറകിൽ. ഞാൻ അദ്ദേഹത്തിനെതിരെ ഒരു കേസ് കൊടുത്ത് അദ്ദേഹത്തിന് കേസിൽ പ്രതിയാണല്ലോ. എൻ്റെ മറ്റൊരു കേസിൽ അദ്ദേഹം പ്രതിയാണ്. അതിൻ്റെ വൈരാഗ്യം തീർക്കലാണ് ഈ കാണിക്കുന്നതൊക്കെ. ഇക്കാര്യത്തിൽ മറ്റ് സപ്പോർട്ട് ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടോ? കാരണം ഒരുപാട് കേസുകൾ ഈ ഹേമ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടായാലും അതിൻ്റെ അപ്ഡേഷൻസ് ഒന്നും ഇതുവരെയും ബോധിപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ പോലും ചോദിക്കുമ്പോൾ ലഭ്യമല്ല എന്ന് താങ്കൾ പല വേദികളിൽ പറഞ്ഞതാണ്. അപ്പോൾ എന്താണൊരു വളഞ്ഞിട്ടൊരു ആക്രമണം എന്നുള്ള നിലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? എന്താണ് ഇത്രത്തോളം? കാരണം നോക്കൂ, ആ ശബ്ദശകലം വ്യക്തമായി പരിശോധിക്കുമ്പോൾ അങ്ങ് ഇല്ലാതാക്കി തീർക്കുന്നു, അച്ഛൻ്റെ പേര് പറയുന്നു, അച്ഛനെ ഇല്ലാതാക്കി തീർക്കുന്നു. ഒരു അധോലോക സംഘത്തെ പോലെ വെല്ലുവിളി നടത്തുന്ന ഒരു വ്യക്തി ആ 2 മാസം കഴിഞ്ഞിട്ട് കൂടി അതേ ഗ്രൂപ്പിൽ അതേ വേദികളിൽ വീണ്ടും അതിനുശേഷം തുടർ സംഭാഷണങ്ങളായാലും പരാമർശങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എവിടെയാണൊരു ഗൂഢനീക്കം സംശയിക്കുന്നത്? എനിക്കിതിനകത്ത് ഇനി കൂടുതലായിട്ട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ നിസ്സഹായയാണ്. ഞാൻ പുറത്തേക്ക് വന്ന് എൻ്റെ ഒരു ദുരവസ്ഥ പുറത്തു പറഞ്ഞതിന് കേസിന് പുറകെ കേസ്, അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു, സംഘം ചേർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയില്ല. ഇപ്പം ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇപ്പം ഞാൻ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത്. എനിക്ക് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് പുറത്തേക്ക് കൊണ്ടുവരാൻ
ഒട്ടും ആഗ്രഹിച്ച ഒരു കാര്യമല്ല. അത്രയും മോശമായിട്ടാണ്. എൻ്റെ അച്ഛനും ഒരു നിർമ്മാതാവാണ്, ഞാനും നിർമ്മാതാവാണ്. ഞങ്ങൾ 2 പ്രൊഡ്യൂസേഴ്സിനെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ച് ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ എനിക്ക് പോലും ഇത്രയും സമയമെടുത്തു, 2-2.5 മാസം എടുത്തു ഒരു ധൈര്യം വരാനായിട്ട് ഇത് പുറത്ത് പറയണം എന്നുള്ളത്. എനിക്ക് നീതി കിട്ടുന്നില്ല എന്ന് വന്നപ്പോഴാണ് ഞാൻ ഈ പുറത്ത് പറയുന്നത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഏതൊരു സ്ത്രീയും എന്താ ചെയ്യുക? എങ്ങനെയാണ് ഒരു നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇത് നോക്കൂ. പരിവർത്തനത്തിന്റെ പാതയിലാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ ശരികേടിന്റെ ഒരുപാട് സംഭവങ്ങൾ വരുമ്പോൾ അതിലേക്ക് പരിവർത്തനത്തിന്റെ പാതയിലേക്ക് എത്തിക്കുമെന്നൊക്കെ തന്നെ ഈ സ്റ്റേറ്റ് അടക്കം മുൻകൈയെടുത്ത ഒരു സംവിധാനത്തെ ഏർപ്പെടുത്തുമ്പോൾ നോക്കൂ, ഒരു വിക്ടിമിന്, ഒരു ഇര തന്നെ റെക്കോർഡ് ചെയ്ത് സാധനങ്ങളുമായി വന്ന് അത് പരാതി പോലീസിൽ നൽകിയിട്ട് പോലും അതിനുശേഷം അതിലൊരു നീതിക്ക് വേണ്ടി പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് അത് പബ്ലിഷ് ചെയ്യേണ്ടി വരുന്നു, മാധ്യമങ്ങളുടെ മുന്നിലേക്ക് അത് പൊതുസമൂഹത്തെ അല്ലെങ്കിൽ അധികാരികളെ അറിയിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ വല്ലാത്ത ഒന്നാണ്. അപ്പോൾ ഈ ഡേറ്റാസ് മുഴുവൻ നൽകിയാണെന്ന് പരാതി നൽകിയിട്ടും ഒരു മനുഷ്യൻ പോലും, ഈ പോലീസ് സേനയിൽ ഒരു മനുഷ്യൻ പോലും വിളിച്ചില്ലേ? ഇല്ല, ഞാൻ ആക്ച്വലി ഞാൻ പരാതി കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ പൂങ്കുഴലി മാമിന് ഇത് അയച്ചു കൊടുത്തിരുന്നു. അപ്പം പൂങ്കുഴലി മാം എന്നെ കേട്ടിട്ട് ഇത് തീർച്ചയായിട്ടും പരാതി കൊടുക്കേണ്ട ഒരു കാര്യമാണിത്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല മാം, എനിക്കിനി കംപ്ലൈൻറ്റുമായിട്ടൊന്നും മുന്നോട്ട് പോകാനായിട്ട് വയ്യ, കാര്യം ഒരു കംപ്ലൈൻറ്റ് കൊടുത്തത് തന്നെ എനിക്ക് മതിയായി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പൂങ്കുഴലി മാമാണ് എന്നോട് പറഞ്ഞത്, സാന്ദ്ര ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം, നിങ്ങളെപ്പോലുള്ള സ്ത്രീകളാണ് മറ്റു സ്ത്രീകൾക്ക് മാതൃകയാകേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കംപ്ലൈൻറ്റ് കൊടുക്കണം. ഇത് IT ആക്ട് പ്രകാരം അദ്ദേഹത്തിന് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ഇത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ട കേസാണ്. അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ ധൈര്യത്തിലാണ് ഞാൻ കേസ് കൊടുത്തത്. പക്ഷെ കേസ് കൊടുത്തതിന് ശേഷം കേസ് കൊടുത്തത് കമ്മീഷണർക്കാണ്. കമ്മീഷണർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. അവിടെ വന്നതിന് ശേഷം അത് നോൺ ബെയിലബിൾ ഒഫൻസുകളാണ് അവരെല്ലാം ഇട്ടത്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന്. പിന്നെ അതിന് ശേഷം ഒരു അന്വേഷണവും നടത്തിയില്ല എന്നുള്ളതാണ്. അത് ഭയങ്കര വേദനാജനകമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. എങ്ങനെയാണ് ഞാൻ ഇനി കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്? ആരെ വിശ്വസിച്ചാൽ പോവുക? അപ്പം മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് SITയുടെ അടുത്ത് പോയി കംപ്ലൈൻറ്റ് കൊടുത്തൊരു എനിക്കുണ്ടായ ഒരു ദുരനുഭവം പറഞ്ഞൊരാളാണ് ഞാൻ. അപ്പം തീർച്ചയായിട്ടും SITയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് എല്ലാ സപ്പോർട്ടും ലഭിച്ചിട്ടുണ്ട്. കൃത്യമായ അപ്ഡേറ്റുകൾ അവർ തന്നിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഈ കേസിലും ഇതേപോലെ തന്നെ ഇപ്പോൾ ഫെഫ്കയുടെ കേസിൽ വരുമ്പോഴാണ് ഇവിടെ എല്ലാ പ്രശ്നം വരുന്നത്. ഇതേപോലെ തന്നെ ഫെഫ്കയുടെ തന്നെ മെമ്പേഴ്സായ 2 ഡയറക്ടേഴ്സ്, ഒന്ന് ഡയറക്ടർ ജോസ് തോമസ്, ഒന്ന് ഡയറക്ടർ ശാന്തിവിള ദിനേശ്, ഈ 2 വ്യക്തികളും എനിക്കെതിരെ വളരെ മോശമായിട്ട് വീഡിയോസ് ഇട്ടു. ഇതിനും ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തു. ഈ കംപ്ലൈൻറ്റ് കൊടുത്തതിന് ശേഷം അതും ഈ പറഞ്ഞതുപോലെ അന്വേഷണം എവിടെ എത്തിയിട്ടില്ല, ഒന്നും നടക്കുന്നില്ല. അതിനുശേഷം ഈ കംപ്ലൈൻറ്റ് കൊടുത്ത് വീണ്ടും 1-2 മാസങ്ങൾക്ക് ശേഷം ഇവർ വീണ്ടും അതേപോലെ തന്നെ എന്നെ ബോഡി ഷെയിം ചെയ്തുകൊണ്ട് വരെ, അതായത് സാന്ദ്ര എന്ന പേരിൻ്റെ അർത്ഥം വണ്ണം, തടി എന്നൊക്കെ പറഞ്ഞാണ് ആ വീഡിയോ തുടങ്ങുന്നത് തന്നെ. വീണ്ടും ഇതേപോലെ വീണ്ടും വീഡിയോസ് എന്നെ മോശക്കാരിയാക്കി ഈ ഫെഫ്ക മെമ്പേഴ്സായ ഡയറക്ടേഴ്സ് ജോസ് തോമസും ശാന്തിവിള ദിനേശും എല്ലാം ഇട്ടിട്ടും ഇതിനൊന്നും ഒരു ആക്ഷനും എടുക്കുന്നില്ല. ഞാൻ ഇത് പിന്നെയും ഇങ്ങനെ ഇടുവാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പോലീസ് എന്നോട് പറയുന്നത് ഞാൻ ഇനിയും കംപ്ലൈൻറ്റ് കൊടുക്കാനാണ് പറയുന്നത്. ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത് ഞാൻ വീണ്ടും എന്നോട് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറയുമ്പോൾ ആദ്യത്തതിന് തന്നെ തീരുമാനമായിട്ടില്ല. അതേ സെയിം വ്യക്തികൾ തന്നെയാണ് വീണ്ടും ഇതേപോലെ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ബന്ധപ്പെടുമ്പോൾ ചേംബർ ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല. മറ്റ് സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവരും മൗനം പാലിക്കുന്നു. അവരെയൊക്കെ നമ്മൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരണം തേടുമ്പോൾ അവർ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സാന്ദ്ര ഒരു വയ്യാവേലിയാണ് എന്ന് തോന്നുന്ന തരത്തിലേക്ക് ഇവർക്ക് എന്ത് ബാധ്യതയാണ് ഉണ്ടാക്കിയത്? 1. 2, ഈ പറയുന്ന ഒപ്പം ചേർന്ന് പ്രവർത്തിച്ച എത്രയോ വർഷങ്ങൾ സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ അനുകൂലമായിട്ട് അനുഭാവമുള്ള ആളുകൾ ഉണ്ടായിരിക്കില്ലേ? അപ്പോൾ അവർക്കൊന്നും ശബ്ദിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട്? അതല്ല, രഹസ്യമായിട്ട് വിളിച്ചൊക്കെ അനുഭവം പ്രകടിപ്പിക്കുന്ന ആളുകൾ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇഷ്ടം പോലെ ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്. അതിൽ സന്തോഷമുണ്ട്. കാര്യം ഇപ്പോഴും വിളിച്ച് ഇപ്പം മാനനഷ്ട കേസ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ടെക്നീഷ്യൻസ്, അതായത് ഫെഫ്ക മെമ്പേഴ്സായ ഒരുപാട് ടെക്നീഷ്യൻസ് എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞങ്ങൾ തരാൻ തെളിവ്, ചേച്ചിക്ക് എത്ര തെളിവ് വേണം? ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചേക്കുന്നത് പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് ഇത്ര രൂപ വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് ഇത്ര രൂപയെ തന്നിട്ടുള്ളൂ, പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര രൂപ അങ്ങോട്ട് പൈസ ഗൂഗിൾ പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ട് എത്ര പേരാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ
അവർക്ക് അതൊക്കെ സന്തോഷം തന്നെ തോന്നുന്നു. ബാക്കിയുള്ള ബാക്കിയുള്ള സംഘടനകളെല്ലാം മാറ്റി നിർത്തിയാലും ഈ ഫെഫ്കയിൽ ഒരുപാട് മെമ്പേഴ്സ്, ഇവരുടെ തന്നെ ഈ ടെക്നീഷ്യൻസ്, അത് അവർ തന്നെ വിളിച്ച് ഈ ഐക്യദാർഢ്യം പറയുകയും അവർ കൂടെ നിൽക്കുമെന്ന് പറയും. ഏത് കോടതിയിൽ വേണേലും വന്നിട്ട് ഞങ്ങൾ ചേച്ചിക്ക് തെളിവ് തരാം എന്ന് പറഞ്ഞതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. പിന്നീട് അവരുടെ ഭാഗത്തു നിന്നും ഈ സംഘടനയിൽ ഈ പറയുന്ന രണ്ടുപേരെ നടപടിയെടുത്തിരിക്കുന്നു, അവരെ ഒഴിവാക്കിയെന്ന് പറയുന്നു. അത് കണ്ണിൽ പൊടിയിടാനാണോ അതല്ല കൂടുതൽ പേര് ആളുകളുണ്ടോ? ഇപ്പോൾ ഈ തൽക്കാലം ഒരു തടി രക്ഷിക്കുക എന്നതാണോ നിലപാട്? അത് ഉറപ്പല്ലേ, അത് കാണുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇത് കണ്ണിപ്പൊടി ഇടുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ, തൽക്കാലം ഈ വാർത്തയിൽ നിന്ന് രക്ഷപ്പെടുക, മുഖം രക്ഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമാണ് ഇപ്പോൾ ആ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ജോസ് തോമസിനെതിരെയും, ജോസ് തോമസ് ആണല്ലോ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ്റെ ഏറ്റവും അടുത്ത ആള്, അങ്ങനെയാണെങ്കിൽ ജോസ് തോമസിനെതിരെയും ശാന്തിവിള ദിനേശിനെതിരെയും ഒക്കെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ്? അവരും എന്നെപ്പറ്റി മോശമായിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ, അവർക്കെതിരെയും ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി അതും ഞാൻ വെളിയിൽ വന്ന് ഞാൻ ആ ഓഡിയോയും ആ വീഡിയോയും എല്ലാം മാധ്യമങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി ഞാൻ ഇങ്ങനെ വന്ന് നിന്ന് സംസാരിച്ചെങ്കിൽ മാത്രമേ അവർക്കെതിരെ നടപടി എടുക്കുകയുള്ളൂ. ഇതിപ്പോൾ വെറും മുഖം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അത് ഫെഫ്ക എപ്പോഴും കാണിക്കുന്നതാണ്. എല്ലാ എടുത്തു നോക്കിക്കോളൂ, എല്ലാ ക്രിമിനൽ കേസുകളിലും ഫെഫ്ക മെമ്പേഴ്സ് ആയിരിക്കും. അത് അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടന കൂടിയാണിത്. അത് ശരിയായ നടപടിയല്ലല്ലോ. അത് ഒരു ഗുണ്ടാ സംഘങ്ങളായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി സാന്ദ്രയ്ക്ക് ലഭ്യമായിട്ടുള്ള തെളിവുകൾ, ഇതുപോലെയുള്ള ഓഡിയോ ക്ലിപ്പുകളായാലും അല്ലെങ്കിൽ ദുരനുഭവങ്ങൾ നേടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആധികാരികമായ രേഖകളായും തെളിവുകളും ഒക്കെ തന്നെ ഈ സംവിധാനങ്ങൾക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ടോ? ഈ ജനറൽ സെക്രട്ടറിയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ആശയവിനിമയം അടുത്തിടയ്ക്കെങ്കിലും നടന്നിട്ടുണ്ടോ? ഞാനുമായി ജനറൽ സെക്രട്ടറി ഇതുവരെ ഒരു ആശയവിനിമയവും നടത്തിയിട്ടില്ല. എന്നോട് സംസാരിച്ചിട്ടോ ഒന്നുമില്ല. എനിക്ക് ഈ പറയുന്ന പോലെ പലരും വിളിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഞാൻ അദ്ദേഹവുമായി നേരിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. ചർച്ചയിലേക്ക് തിരികെ ശ്രീ ഷിബുജി സുശീലൻ, ഫെഫ്കയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആണല്ലോ താങ്കൾ, സംഘടനയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയുമാണ്. ഇന്നിപ്പോൾ ഈ പറയുന്ന റെനി ജോസഫിനെതിരെയും മറ്റൊരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെതിരെയും നടപടിയെടുക്കാനുള്ള സാഹചര്യം എന്താണ്? പുറത്താക്കാനുള്ള കാര്യം എന്താണ്? ഇവർക്കെതിരെ നടപടിയെടുക്കാനുണ്ടായ സാഹചര്യം, അതായത് ഇന്നലെ വൈകിട്ടാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ രണ്ടുപേരുടെ എതിരെ ഒരു കേസുണ്ട്, ഇങ്ങനെ സാന്ദ്ര തോമസിനെതിരെ ഒരു ഭീഷണി സ്വരം മുടക്കിയതിൻ്റെ അവരുടെ ഓഡിയോ റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് എന്ന് ചോദിച്ച് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ എത്താൻ പറഞ്ഞു. അങ്ങനെ ഞാനും ബാദുഷയും കൂടി ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോവുകയും ചെയ്തു. അപ്പോൾ ഇന്ന് അതായത് ആദ്യമായിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നത് ഇന്നലെ വൈകിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5 മണിക്ക് ശേഷമാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഓഡിയോ ക്ലിപ്പ് നമ്മളിത് കേട്ടിരുന്നു. അതായത് കേൾക്കുന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്. കാരണം 484 അംഗങ്ങളുള്ള ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിൽ ഉണ്ടായ സാഹചര്യം, അതായത് സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലിൽ പറഞ്ഞ കാര്യങ്ങൾ യൂണിയനിൽ പലവട്ടം ചർച്ചകൾ നടന്നു. അപ്പോൾ ചർച്ചകൾ നടന്ന സമയത്ത് അന്ന് എനിക്ക് തോന്നുന്നു മാർച്ച് 20-ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷൻ വിജ്ഞാപനം നിലനിൽക്കുന്ന സമയത്താണ് ഈ റെനി ജോസഫ്, എനിക്ക് തോന്നുന്നു പാതിരാത്രിയാണെന്ന് തോന്നുന്നു, ഈ റെനി ജോസഫ് രാത്രി 11 മണിക്ക് ശേഷം എന്താണെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ ഈ മെസ്സേജ് ഇടുകയും അന്ന് 1-2 പേര്, എനിക്ക് കുറച്ച് പേര് അത് കേൾക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഈ മെസ്സേജ് അദ്ദേഹം തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ എന്ന് പറയുന്നത്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ ഷിബു, താങ്കൾ ഈ ഓഡിയോ ക്ലിപ്പ് കേട്ടപ്പോൾ അങ്ങേക്ക് തോന്നിയത് എന്താണ്? അല്ലല്ല, വളരെ മോശമാണ്. അത് അപ്പം തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഈ റെനി ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തി വളരെയധികം ആൽക്കഹോളിക്കാണ്. കാരണം അത് പലവട്ടം നമ്മുടെ യൂണിയൻ അംഗങ്ങളെ ആയാലും ശരി, മറ്റുള്ളവരെയൊക്കെ ആയാലും പുള്ളി ആ രീതിയിൽ പലതവണ അധിക്ഷേപിക്കുകയും പലതവട്ടം പുള്ളിക്ക് ലെറ്റർ നമ്മൾ കൊടുക്കുകയും ഈ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കുകയൊക്കെ ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പിൽ തന്നെ പുള്ളി ആ അടുത്ത ഇലക്ഷനോടനുബന്ധിച്ചിട്ടാണ് പുള്ളിനെ ഗ്രൂപ്പിലേക്ക് വീണ്ടും നമ്മൾ ജോയിൻ ചെയ്യിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു വോയിസ് ഇടുന്ന സമയത്ത് ഇദ്ദേഹം ഈ ആൽക്കഹോളിക്കാണെന്ന് ഇന്നാണ് അറിയുന്നതല്ലേ? ഇന്നാണ് അറിയുന്നത്. അതായത് പാലാരിവട്ടം പോലീസ് അനങ്ങിയപ്പോൾ അദ്ദേഹം ആൽക്കഹോളിക്കാണ്
ഈ ആൽക്കഹോളിക്കായിട്ടുള്ള ഒരു വ്യക്തി അങ്ങനെ ഈ മദ്യലഹരിയിൽ ഈ പറയുന്ന സാന്ദ്ര തോമസിനെ പറഞ്ഞ വാചകങ്ങൾ അനുസരിച്ചാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ആ പിതാവിനെ തൂക്കിയെടുത്ത് എന്തൊക്കെ ചെയ്തു കളയുമെന്ന് പറയുന്നു, അപ്പനെ അങ്ങ് ഇല്ലാതാക്കുമെന്ന് പറയുന്നു, സാന്ദ്രയെ തല്ലിക്കൊല്ലുമെന്ന് പറയുന്നു. ഇത് മനോനിലയിലാണ് ആയിരുന്നുവെങ്കിൽ ഈ വ്യക്തി, താങ്കൾ പറയുന്ന ആൽക്കഹോളിക്കാണ്, അങ്ങേയറ്റത്തെ മനോനിലയിൽ മോശമായ വ്യക്തി എന്ന് പറയുന്ന ആ വ്യക്തി പോയി എന്തെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഈ സംഭവത്തിന് ശേഷം നിങ്ങൾ ഈ അധികാരികളെ അറിയിച്ചോ? ഈ മനോനിലയുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ തുടരുന്നത് എന്ന് നിങ്ങൾ ബന്ധപ്പെട്ട ഫെഫ്കയ്ക്ക് ഒരുപാട് യൂണിയനുകൾ ഉണ്ടല്ലോ, ഈ ഫെഫ്കയുടെ ബന്ധപ്പെട്ട അധികാരിയെ നിങ്ങൾ അറിയിച്ചോ? അതായത് ഒരു യൂണിയൻ്റെ ഇലക്ഷൻ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ ആ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ സെക്രട്ടറിക്കോ മറ്റുള്ള ആർക്കോ തന്നെ അവിടെ അധികാരമില്ല. അപ്പോൾ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പെന്നോ മറ്റുള്ള ഇതിനോ മനുഷ്യത്വവും സാമാന്യയുക്തിയും ഒരു പിന്നെ മാത്രമല്ല നമുക്കറിയാമല്ലോ, ഒരു സ്ത്രീക്കെതിരെ നടക്കുന്ന ഒരു പരാമർശമാണ്. എത്രത്തോളം ഗൗരവത്തോടുകൂടിയാണ് സ്ത്രീകൾക്കെതിരെയായാലും ആർക്കെതിരെയായാലും ഇത്തരം പരാമർശങ്ങൾ നൽകുമ്പോൾ സാമാന്യ മനുഷ്യന് ഒരു ജാഗ്രതയുണ്ടാകും. മാത്രമല്ല താങ്കൾ ഈ സിനിമയെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഷിബുജി സുശീലൻ എന്ന വ്യക്തി ഫെഫ്കയുമായി ബന്ധപ്പെട്ട് ഇവരുമായിട്ട് പ്രവർത്തിക്കുന്ന കോർഡിനേഷൻ ഭാരവാഹിത്വം ഇല്ലെങ്കിൽ പോലും, ഔദ്യോഗികമുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ലെങ്കിൽ കൂടെ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ടല്ലോ, അത് താങ്കൾ നിറവേറ്റിയോ? അതാണല്ലോ പറഞ്ഞു വന്നത്. നമ്മളിത് ചർച്ച ചെയ്യുകയും പിറ്റേ ദിവസം തന്നെ ഇയാൾക്കെതിരെ നമ്മൾ നടപടിയെടുക്കാനുള്ള കാര്യങ്ങൾ നീക്കുമ്പോഴത്തേക്കാണ് ജനറൽ ബോഡി തീരുമാനം വന്നതിന് ശേഷം, അങ്ങനെ ജനറൽ ബോഡിയിൽ ഈ തീരുമാനമെടുക്കുകയും പുള്ളിയെ ആ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. പക്ഷേ ഇതിനു മുമ്പ് പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പല കാര്യങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് സംബന്ധമായി മാനനഷ്ട കേസിനെ പറ്റി ഇപ്പോൾ ചർച്ച നടന്നല്ലോ. മാനനഷ്ട കേസ് എന്ന് പറയുന്നത് ഈ സംഭവത്തിന് അതായത് മാർച്ച് 25-നാണെന്ന് തോന്നുന്നു. അല്ല, മാനനഷ്ട കേസ് നമ്മൾ വക്കീൽ നോട്ടീസ് അയച്ചത് എനിക്ക് തോന്നുന്നു മാർച്ച് മാസം സെക്കൻഡ് വീക്കാണ്, മാർച്ച് സെക്കൻഡ് വീക്കാണ്, 12-ാം തീയതിയോടുകൂടിയാണ് നമ്മൾ മാനനഷ്ട കേസ് വക്കീൽ നോട്ടീസ് അയക്കുന്നത്. വക്കീൽ നോട്ടീസ് മാർച്ച് 25-ന് സാന്ദ്ര തോമസ് കൈപ്പറ്റിയതായിട്ടാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ നിന്നുള്ള രേഖകളുള്ളത്. അതനുസരിച്ച് കേസ് ഫയൽ അന്ന് കോടതി അവധിയായിരുന്നു. പിന്നെ ഈ കേസ് മുന്നോട്ട് പോകണമോ എന്നുള്ളത് ജനറൽ ബോഡിയാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ ജനറൽ ബോഡിയുടെ തീരുമാനത്തിന് മെയ് 1-ന് ജനറൽ ബോഡി തീരുമാനത്തിന് വരികയും അപ്പോൾ എല്ലാ അംഗങ്ങളും ഒന്നിച്ച് ഇത് ഇങ്ങനെ പറഞ്ഞത് ശരിയല്ല, നമുക്കത് കേസിനായിട്ട് പോകാമെന്ന് പറയുകയും അങ്ങനെ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. കേസ് ഫയൽ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 30-ാം തീയതിയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്, കോടതി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഈ പോലീസ് സ്റ്റേഷനിലുള്ള അറിവ് വികാരം വെളിപ്പെടുത്തിയ ആളുകൾക്ക് ഈ വന്ന 400-ലേറെ ആളുകൾ ഈ പറയുന്ന ഈ ഓടിയിട്ടപ്പോൾ അതിന് തമ്പൊക്കെ അടിച്ച് തംബ്നെയിലും ഒക്കെ അടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണോ ചെയ്തത്? ആരെങ്കിലും, ഞാൻ കേട്ടത് ഷിബുജി സുശീലൻ ഈ പറയുന്ന സാന്ദ്രയുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്ന അല്ലെങ്കിൽ അവരുമായിട്ട് വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ്, ഒരു നല്ല മനസ്സുള്ള വ്യക്തിയെന്ന് അവർ ആമുഖമായി സാന്ദ്ര പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ താങ്കളടക്കം ഇതിൽ തംബ്നെയിലൊക്കെ ഇട്ട് പ്രോത്സാഹിപ്പിച്ച് കൈയടിക്കുന്ന ഇമോജിയൊക്കെയാണോ ഇട്ടത്? ഒരിക്കലുമല്ല. അതിൽ ഒരു അംഗം പോലും, അതിലെ അംഗങ്ങൾ ആരും തന്നെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഇല്ല. കാരണം അതിൽ ഇപ്പോൾ ഈ മുകേഷ് തൃപ്പൂണിത്തുറ എന്ന 2 വ്യക്തിയെ പറ്റി പറയുന്നുണ്ട്. മുകേഷ് തൃപ്പൂണിത്തുറ എന്താണ് ഇട്ടതെന്ന് പോലും നമ്മളത് അറിഞ്ഞിട്ടുണ്ടായില്ല. അതിപ്പോൾ അറിയുന്നത് തന്നെ ഇന്നലെയാണ്. അപ്പോൾ ഇന്ന് ഈ പറയുന്ന റെനി ജോസഫിൻ്റെ വിഷയം സംസാരിക്കുകയും അദ്ദേഹത്തെ നമ്മുടെ സംഘടനയിൽ നിന്ന് ഇന്നലെ ഈ പോലീസ് വിവരം അറിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇത്രയും ഇതിനുള്ളൊരു കേസ് FIR ഇട്ടെന്നുള്ള വിവരം അറിയുകയും അത് അപ്പോൾ തന്നെ ഫെഫ്കയായിട്ട് സംസാരിക്കുകയും അത് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. പിന്നെ ഈ വിലക്കാൻ ജനറൽ ബോഡി വരെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് ഷിബു, എന്തിനാണ് ഈ ബാദുഷയൊക്കെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട അവർക്കൊക്കെ ഉത്തരവാദിത്വം ഉള്ള വ്യക്തികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി കോർഡിനേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ബാദുഷയ്ക്ക്. അപ്പോൾ അവരെയൊക്കെ ഉള്ള പോലെയുള്ള ആളുകൾ പോട്ടെ, ജനറൽ സെക്രട്ടറിക്ക് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സാന്ദ്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആകുമ്പോൾ ജനറൽ സെക്രട്ടറി എന്തായാലും അറിഞ്ഞിരിക്കണം. ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഈ പറയുന്ന വ്യക്തി, ഈ റെനി ജോസഫ് എന്ന് പറയുന്ന, ഇങ്ങനെ താങ്കളിപ്പോൾ നിങ്ങളൊക്കെ കൈവിടുകയാണ്, വേണമെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ കൊണ്ടുവന്ന് ഹാജരാക്കാഞ്ഞത് അത്ഭുതം. അദ്ദേഹം മാനസിക രോഗിയാണ് എന്നൊരു സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കാഞ്ഞത് അത്ഭുതമാണ്. കാരണം മദ്യലഹരി ഇപ്പോൾ നിങ്ങൾ കൈവിടുന്നു. പക്ഷെ നിങ്ങൾക്ക് അന്ന് ഈ വ്യക്തിയെ, ഈ പറയുന്ന ആളെ ഒന്ന് വിലക്കാൻ തോന്നിയില്ലല്ലോ. അതെ, വിലക്കാൻ തോന്നിയില്ലല്ലോ എന്ന് ചോദിച്ചാണല്ലോ ഞാൻ പറഞ്ഞത്. നമുക്ക് വിലക്കാന്ന് പറയുന്നത് തൊഴിൽ വിലക്കാനല്ല, തൊഴിൽ വിലക്കാനും പാടില്ല, തൊഴിൽ ആരെയും വിലക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞ വാക്കാൽ വിലക്കാമായിരുന്നു. വാക്കാൽ വിളിച്ച് മോശമാണ് കാണിക്കുന്നത് 2 ദിവസത്തേക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാമായിരുന്നു. ആ ഗ്രൂപ്പിൽ നിന്നെങ്കിലും മാന്യമായിട്ട് ഇതിന്റെ അഡ്മിൻ, താങ്കൾ ഇതിന്റെ അഡ്മിനാണോ?
അല്ല അതായത് അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും വളരെ മോശമാണ് നീ ചെയ്തതെന്ന് വളരെ ഇതായിട്ട് പറയുകയും ഇനി ഇതിൽ ഗ്രൂപ്പിൽ തുടരാൻ പറ്റില്ലെന്ന് അറിയിക്കുകയും ചെയ്ത കാര്യം തന്നെയാണ്. അതൊക്കെ പിറ്റേ ദിവസം തന്നെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അതിലൊന്നും നമ്മൾ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കൃത്യമായിട്ടും ഗ്രൂപ്പിൽ എന്തെങ്കിലും മോശ വർത്താനം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആളെ ഡിലീറ്റ് ചെയ്ത് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അതിനൊന്നും ഒരു മറ്റു നടപടികൾ സ്വീകരിക്കാതിരുന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ പറയുന്നത് ഫെഫ്കയിൽ നിന്ന് ഇങ്ങനെ ഒരു ചർച്ചയെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് വരുന്ന മാധ്യമങ്ങളിൽ അറിഞ്ഞപ്പോഴത്തേക്കാണ് ഇന്ന് രാവിലെ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി എന്നെ വിളിക്കുന്നത് തന്നെ. നമ്മൾ അദ്ദേഹത്തോട് ആലോചിച്ചിട്ടോ മറ്റുള്ള കാര്യങ്ങളല്ല നമ്മുടെ യൂണിയൻ്റെ പ്രവർത്തനം നടക്കുന്നത്. നമ്മുടെ യൂണിയൻ്റെ പ്രവർത്തനവും ഈ മാനനഷ്ട കേസും കാര്യങ്ങളോ എന്ന് പറയുന്നത് അത് നമ്മുടെ യൂണിയനിലെ അംഗങ്ങളുടെ നിലപാടനുസരിച്ചാണ്. വളരെ വ്യക്തമായിട്ട് ഏതാണ്ട് 400-ൽ പരം അംഗങ്ങൾ ഒരേപോലെ ഈ കേസ് ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തത്. ആദ്യം ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു മെസ്സേജ് വരുമ്പോഴത്തേക്ക് ഞാൻ സാന്ദ്ര തോമസിനെ വിളിക്കുകയും സാന്ദ്ര എന്നോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ അത് നമുക്കത് ഉൾക്കൊള്ളുകയും ഞാനും സാന്ദ്രയായിട്ട് യാതൊരു വ്യക്തിവൈരാഗ്യമോ മറ്റുള്ള യൂണിയൻ പരമായിട്ടോ മറ്റുള്ള ഒരു പ്രശ്നമുള്ള വ്യക്തികളല്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കേസ് കൊടുക്കാൻ നിർബന്ധിതമാകുന്നത്. അപ്പോൾ ഭൂരിപക്ഷം അംഗങ്ങൾ ഒരു ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് നമുക്ക് അംഗങ്ങളുടെ വാക്കുകൾ കേൾക്കേണ്ടി വരികയും അത് കേസ് കൊടുക്കാനായിട്ട് നിർബന്ധനാകുകയാണ് ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ടുള്ളൊരു സംഘടനയുടെ തലപ്പത്തിരിക്കുമ്പോഴത്തേക്ക് നമുക്കത് ചെയ്തേ പറ്റുള്ളൂ. അത് കേസ് കൊടുക്കുകയും കേസിന്റെ വഴിക്ക് നടക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ ഒരു പരാതി ലഭിച്ചത് ഈ പറഞ്ഞ വാചകങ്ങൾ അതിനെ റിഗ്രറ്റ് ചെയ്ത് ഞാൻ ഷിബുജി സുശീലിനെ ഞാൻ അങ്ങേ മാനിക്കുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ നോക്കൂ, ഒരു സ്ത്രീക്ക് ആ സ്ത്രീയെ സംബന്ധിച്ചോളം ഈ പറയുന്ന വളരെ മോശമായ രീതിയിൽ അവരിരയാക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവർ തന്നെ കേൾക്കുകയാണ് ഈ ഓഡിയോ ക്ലിപ്പ്. ഉണ്ടാകുന്ന മാനസികാവസ്ഥ വളരെ ബോൾഡായിട്ടുള്ള സാന്ദ്ര തോമസ് സംബന്ധിച്ചോളം സാന്ദ്ര അതിനെ ഫേസ് ചെയ്യുന്നു. അതിനുശേഷം അത് പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ പോലീസിന് അത് കൈമാറുന്നു. പോലീസിനെ കൈമാറിയിട്ട് കൂടി എന്താണ് ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ചടപടാന്ന് കേസെടുക്കുന്നു, മൊഴി രേഖപ്പെടുന്നു, പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു എന്ന് പറഞ്ഞതുപോലെ അതേ സംവിധാനം എന്താണ്, അവരെ പ്രോത്സാഹിപ്പിക്കുന്നു, നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു. കേസ് കൊടുത്താൽ എന്താണ് അവസ്ഥ? കേസ് കൊടുത്തിട്ടൊരു പബ്ലിക് ഡൊമൈനിൽ വന്ന് പറയേണ്ടി വരികയാണ് മീഡിയസിലൂടെ എനിക്കുണ്ടായ ദുരനുഭവം ഇതാണ്, അതിൻ്റെ ഓഡിയോ ക്ലിപ്പ്, ഇതിൻ്റെ രേഖകൾ ഇതാണ് എന്ന് പറഞ്ഞ് നീതിക്ക് വേണ്ടി ഇരക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അത് ശരിയാണോ ശ്രീ രാഹുൽ ഈശ്വർ? ശ്രീമതി സാന്ദ്ര തോമസ് ജിയോട് ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ അഭിപ്രായ വൈവിധ്യം ഉണ്ടാകാം എനിക്ക്. പക്ഷേ ഈ വിഷയത്തിൽ പൂർണ്ണമായും മാഡത്തിൻ്റെ കൂടെയാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത, ഒരു പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത, സിവിലൈസ്ഡ് ആയ ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ആ അവഹേളന ഓഡിയോ സന്ദേശത്തിൽ വന്നത്. ആ രീതിയിൽ പുരുഷനെയോ സ്ത്രീയോ, വിശിഷ്യ സ്ത്രീയെ, അവരുടെ പിതാവിനെ ഒക്കെ മോശമായി ചിത്രീകരിക്കുകയും മറ്റും ചെയ്യുന്നതിന് യാതൊരു ന്യായീകരണവുമില്ല. അതൊരു ക്രിമിനൽ ഒഫൻസ് കൂടിയാണ്. വേണമെങ്കിൽ ചില ആൾക്കാർ ഒരുപക്ഷെ അത് സ്വകാര്യ സന്ദേശമാണ്, അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണെന്ന് വാദിക്കും. അങ്ങനെ ആണെങ്കിൽ പോലും നിയമത്തിന്റെ കണ്ണിലൊക്കെ അതൊരു പബ്ലിക് പ്ലേസ് ആയിട്ടേ വരൂ, അതൊരു ഡിജിറ്റൽ മീഡിയയിലെ പബ്ലിക് പ്ലേസ് ആയിട്ടേ വരികയുള്ളൂ. അതുകൊണ്ട് തികച്ചും തെറ്റാണ് ആ കാര്യം ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ആരും അതിന് രണ്ടൊരു അഭിപ്രായം പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ മദ്യത്തിന്റെ ലഹരിയാണെങ്കിലും അല്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത്. അങ്ങനെയല്ല ശ്രീമതി സാന്ദ്ര തോമസിന്റെ നിലപാടുകളോടോ അല്ലെങ്കിൽ ചില ആൾക്കാരെങ്കിലും കോൺഫ്രണ്ടേഷണൽ അപ്രോച്ചാണ് എന്ന് പറയുന്നതിനോട് അഭിപ്രായ വ്യത്യാസം ആൾക്കാർക്കുണ്ടായിരിക്കാം. പക്ഷേ ഈ രീതിയിലല്ല അതൊരു കാരണവശാലും മുമ്പോട്ട് പോകുന്നത്. അതോടൊപ്പം സാന്ദ്രാജിയോടും ഉള്ളൊരു ഇപ്പം ഞങ്ങൾ സാധാരണക്കാർ സിനിമയെ നോക്കുമ്പോൾ നിങ്ങളെല്ലാം ഒരു ഫാമിലി ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ആ സിനിമയെ തന്നെയുള്ള ഫെഫ്ക അടക്കമുള്ള പ്രമുഖ സംഘടനകളെ ഗുണ്ടാ സംഘം തുടങ്ങിയ വാക്കുകൾ കൊണ്ട് ഒരുപക്ഷെ അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് സാന്ദ്രാജിയും പിന്മാറേണ്ട ഒരു ആവശ്യമുണ്ട്. രണ്ട്, ലൈംഗിക അധിക്ഷേപ പരാതികൾക്ക് ശ്രീ ആന്റോ ജോസഫ് അടക്കമുള്ള പ്രമുഖർക്കെതിരെ കേസ്, ശ്രീ ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള പലരോടുള്ള തർക്കമൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ഈ രീതിയിൽ കേസുകളും മറ്റുമായിട്ടാണോ അതൊരു സമവായത്തിന്റെ പാതയിൽ സിനിമയെ തന്നെ മുതിർന്നവരെ ഇരുത്തി സംസാരിച്ച് മുന്നോട്ട് പോകുന്നതാണോ നല്ലതെന്ന് രണ്ട് മേഖലയിലും നമ്മൾ ഈ പറയുമ്പോഴെന്താണ്, നമുക്ക് ഒരുപാട് ഈ വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് ഈ സിനിമാ മേഖലയിൽ ഉരുത്തിരിഞ്ഞതെന്നറിയാം. അപ്പോൾ എന്താണ് ഈ കാര്യങ്ങൾ സമവായമുള്ളിടത്ത് സമവായം കാണണം. അതല്ല ഇവരൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ അല്ലെങ്കിൽ ഓൺലൈനിലൂടെ പറയുമ്പോൾ അത് നിയമപരമായിട്ട് നേരിടാനുള്ള സംവിധാനമുണ്ട്. അവർക്ക് പോയി കേസ് കൊടുക്കാം, പരാതി കൊടുക്കാം, മാനനഷ്ടത്തിന്. അതാണല്ലോ നമ്മുടെ വ്യവസ്ഥാപിതമായ സാമ്പ്രദായമായ രീതി. ഇതിനപ്പുറത്തേക്ക് കൊല്ലും, കൊലവിളിക്കും, അപ്പനെ രാവിലെ പൊക്കും, തല്ലിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു ആൽക്കഹോളിക് ആണ് എന്ന് പറഞ്ഞൊഴിയുന്നതാണോ ഒരു സംഘടനാപരമായ രീതി?
അല്ല, അവിടെയാണ് അതിലൊരു തർക്കം പോലുമില്ല. ആ വിഷയത്തിൽ എനിക്ക് തോന്നുന്നില്ല ഫെഫ്കയോ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും സംഘടനയോ നമ്മുടെ നിയമ സംവിധാനമോ ഒന്നും അതിനെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പാടില്ല, ന്യായീകരിക്കാൻ പറ്റത്തുമില്ല. അതൊരു പ്രൈവറ്റ് സ്പേസ് ആണെന്ന് പറയാനുള്ള സ്പേസ് പോലും ഇല്ല. കാര്യം വളരെ സീരിയസ് ആയ കാര്യങ്ങളാണ് പറഞ്ഞത്. ചിലപ്പോൾ മദ്യലഹരി പറഞ്ഞായിരിക്കും. പക്ഷേ സിനിമാ മേഖലയിലെ ലാർജർ ആയിട്ടുള്ള ഇഷ്യൂസിൽ ഒരു സമവായം കണ്ടെത്താൻ സാധിക്കുകയും ഈ കേസും വഴക്കും സിനിമാ മേഖലയ്ക്ക് ദൂരവ്യാപകമായി ദോഷമേ ചെയ്യൂ. പ്രത്യേകിച്ച് ഒരുപാട് കേസുകൾ നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിലും കേസിന് ധനനഷ്ടവും മാനനഷ്ടവും സമയനഷ്ടവും മാനസിക ഊർജ്ജ നഷ്ടവും എല്ലാം കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യൂ. ശരിയാണ്, ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ വിഷയത്തിൽ മാതൃഭൂമി തോന്നുന്നില്ല. എനിക്കിപ്പോൾ ഈ ഓഡിയോ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാവരും ആ വ്യക്തി അതേ മാനസിക നിലയിൽ ഈ മദ്യലഹരി വെളുപ്പാങ്കാലത്ത് വരെ നിന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഉറങ്ങാതിരുന്നെങ്കിൽ രാവിലെ പോയി സാന്ദ്രയുടെ വീട്ടിൽ പോയി അവിടെ വീട് തല്ലിപ്പൊളിക്കുമായിരുന്നു. അച്ഛനുണ്ടായിരുന്ന അച്ഛനെ തല്ലുമായിരുന്നു, അല്ലെങ്കിൽ സാന്ദ്രയെ തല്ലുമായിരുന്നു. ആ രീതിയിലാണ് ആൾക്കുകൾ. അപ്പോൾ ആ ഒരു വ്യക്തി അങ്ങനെയുള്ള ആളെ പോയി ചികിത്സിക്കണം. അങ്ങനെ ഈ പറയുന്ന ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞ എന്താണ്, ഇത്തരം ആളുകളെ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ബൈറ്റ് കൊടുക്കുമ്പോൾ എന്താണ് പറഞ്ഞത്, സിനിമാ മേഖലയിൽ ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, അവരുടെ മനോനില തെറ്റുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയി ചികിത്സിപ്പിക്കണം. അതിന് ഞാൻ തന്നെ മുൻകൈ എടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ കോൾമയിർ കൊണ്ട ഒരു വ്യക്തിയാണ് ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അവരുടെ സംഘടനയിൽ നിന്നും ഒരാൾ ഇങ്ങനെ വരുമ്പോൾ ആ വ്യക്തി ഇത്രയും നാളും അവിടെ തുടരാൻ അനുവദിക്കുന്നു. ഇതിനിടയ്ക്ക് ഇതേ മനോനിലയും പറച്ചിലുമാണെങ്കിൽ ഈ വ്യക്തി എന്തെല്ലാം കാട്ടിക്കൂട്ടുമായിരുന്നു. അപ്പോൾ അവിടെ തടയിട്ടില്ല. വിലക്കണമെന്നല്ല പറയുന്നത്, തൊഴിൽ വിലക്ക് പാടില്ല. പക്ഷേ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറയണം, അദ്ദേഹത്തെ ഈ ഗ്രൂപ്പിൽ നിന്നും കുറച്ചു കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യണമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ സന്ദേശമാകുമായിരുന്നു. ഇപ്പോഴും തെല്ല് പോലും മനസ്താവമില്ല ഈ വ്യക്തിക്ക് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ നടപടി എന്താണ് ശ്രീ രാഹുൽ ഈശ്വർ? ഇപ്പോൾ കേസ് പാലാരിവട്ടം കേസ് ഒന്ന് അരങ്ങിയപ്പോൾ ആ പാലാരിവട്ടം കേസ് ഈ പോലീസുകാരെ അവരെ ഓർത്ത് നമ്മൾ ലജ്ജിക്കുകയാണ്. ഇത്രയും ദിവസമായി 2 മാസം പോലും ഒരു ഫോൺ കോൾ, ഒറ്റ ഫോൺ ആ പോലീസ് സ്റ്റേഷനിൽ എന്താണ് സ്ത്രീ സുരക്ഷയിൽ നമ്പർ 1 ആണ്. ഞങ്ങളിപ്പോൾ കോൺക്ലേവ് വിളിക്കാൻ പോവുകയാണ്. സ്ത്രീകളുടെ എല്ലാ പ്രശ്നങ്ങളും സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി കോൺക്ലേവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിന് അകം വെച്ച് നമ്മുടെ ഈ ഫ്ലോറിലിരിക്കുന്ന സാന്ദ്ര തോമസിന് എന്തെങ്കിലും ഒരു ശാരീരികമായിട്ടൊരു ഉപദ്രവം നേരിടേണ്ടി വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ചോദ്യങ്ങൾ ന്യായമല്ലേ? അല്ല, ന്യായം മാത്രമല്ല, പൂർണ്ണമായും ന്യായമാണ്. അതായത് ശ്രീമതി സാന്ദ്ര തോമസിനോടൊപ്പമാണ് ഈ വിഷയത്തിൽ പൂർണ്ണമായിട്ടും അതായത് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ആ രീതിയിലുള്ള ഒരു കൊലവിളിയോ ആ രീതിയിലുള്ള ഒരു അധിക്ഷേപമോ വ്യക്തിപരമായ അപമാനമോ മാഡത്തിന്റെ ഫാദറിനെ പറയുന്ന ഒന്നും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഒരു പരിധിക്കപ്പുറം, ഇനി അതോടൊപ്പം ഒരു പരിധിക്കപ്പുറം ഗവൺമെന്റ് ഇന്റർവെൻഷൻ സിനിമാ മേഖലയിലേക്ക് വരുന്നത് സിനിമാ മേഖലയ്ക്ക് ഒരു പരിധിക്കപ്പുറം ഗുണം ചെയ്യില്ല. ഇടത് സർക്കാരായിട്ട് പോലും ആ അവധാനത കാണിക്കുന്നത് അതുകൊണ്ടാണ്. അതിനർത്ഥം അനീതി സഹിക്കണമെന്നല്ല. തീർച്ചയായിട്ടും സമവായം ഉണ്ടാക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ സമവായവും, കേസ് കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ കേസ് കൊടുക്കുകയും വേണം. അതിനൊന്നും ആർക്കും തർക്കമില്ല. പിന്നെ ശ്രീ പ്രജീഷ് ഞാനും ഒക്കെ ഓർക്കേണ്ടത്, നമ്മളൊക്കെ വെളിയിൽ നിൽക്കുന്നവരാ. ഇത് കഴിഞ്ഞും സിനിമാ മേഖലയ്ക്ക് ഒരുമിച്ച് പോകണം. നമുക്കത് ന്യൂസും ചർച്ചയും തർക്കവും കേസും ഒക്കെയാണ്. പക്ഷേ സിനിമാ മേഖലയ്ക്ക് അകത്ത് നിൽക്കുന്നവർ ഒരു കുടുംബവും കൂട്ടായ്മയുമാണ് എല്ലാ സിനിമയും. അപ്പൊ ആ സിനിമയിലേക്ക് പരസ്പര മത്സരത്തിന്റെയോ പരസ്പര വിരോധത്തിന്റെയോ അല്ല, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചുകൊണ്ട് പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയണം. ആ രീതിയിൽ മുതിർന്ന ആരെങ്കിലും ഇടപെട്ടാലേ ഇത്തരം വിഷയങ്ങൾ തീരുകയുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ആത്യന്തികമായി സിനിമാ മേഖലയ്ക്ക് ദോഷം ചെയ്യും. ഈ വിഷയത്തിൽ പൂർണ്ണമായിട്ട് കേസല്ല, പിന്നെ എന്താണ് ശ്രീ രാഹുൽ ഈശ്വർ കൊടുക്കേണ്ടത്? ഈ മനോനില തെറ്റിയ ഇങ്ങനെ സംസാരിക്കുന്ന ഈ അങ്ങേയറ്റത്തെ ഈ വ്യക്തികളെ കുറിച്ചല്ല പറഞ്ഞത്. ചന്ദ്രബാലത്തിന് അറിയാം ഞാൻ ആരെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. ഈ വ്യക്തികളെ കുറിച്ചല്ല പറഞ്ഞത്. മുമ്പ് കേസ് വന്ന ആൾക്കാരെ കുറിച്ചും അവർക്കെതിരെ ലൈംഗിക അധിക്ഷേപം അടക്കമുള്ള പരാതികൾ വന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ വ്യക്തികൾ അൺജസ്റ്റിഫയബിൾ ആണ്. പക്ഷേ മറുവശത്ത് ചില സമവായങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചിന്തിക്കണം. ഞാനും മാഡവും കൂടെ തന്നെ മുമ്പ് ചർച്ചയ്ക്ക് ഇരുന്നുണ്ട്. കാര്യം സിനിമാ മേഖലയുടെ മുമ്പോട്ടുള്ള പോക്കിനും എല്ലാവരുടെയും മുമ്പോട്ടുള്ള പോക്കിനും ഒക്കെ നല്ലതാണ്. അപ്പൊ ഈ കേസും കൂട്ടവും കോടതിയായിട്ടല്ലോ, നിങ്ങൾ ക്രിയേറ്റീവ് ആൾക്കാരാണ്. അപ്പൊ ഈ ക്രിയേറ്റീവും സർഗാത്മകതയ്ക്കും പരസ്പരം സംഘർഷമല്ല, സമവായം. അവനവന് അനുഭവിച്ചാൽ മാത്രമേ, അവനവന്റെ നേർക്ക് വന്നാൽ മാത്രമേ അതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാവൂ. അവനവനത് സഹിച്ചാൽ മാത്രമേ. സാന്ദ്ര തോമസ്, ഇപ്പോൾ നോക്കൂ, എല്ലാം കഴിഞ്ഞു. ഇന്നിപ്പോൾ ഞങ്ങൾ നടപടിയെടുത്തു. ആ വ്യക്തി ഒരു ആൽക്കഹോളിക് ആണ് എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഫെഫ്കയുടെ കപടമുഖമാണ് ഇവിടെ പുറത്ത് കാണിക്കുന്നത് എന്ന്. കുറച്ചു മുമ്പ് ഷിബുചേട്ടൻ പറഞ്ഞു, അത് ഇങ്ങനൊരു വ്യക്തി അതിനകത്ത് ഒരു ഓഡിയോ മെസ്സേജ് ഇട്ടു, ഞങ്ങളത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചർച്ചകൾ നടന്നിരുന്നു. എന്നെ സിനിമയിൽ നിന്ന് പുറത്താക്കണം, ഇനി ഞാനുമായി സഹകരിക്കരുത് എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ അതിനകത്ത് അത് കഴിഞ്ഞിട്ടുള്ള 2-3 ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ഈ ഷിബുചേട്ടനടക്കമുള്ള ബാദുഷ അടക്കമുള്ള എല്ലാവരും പങ്കാളികളുമായിരുന്നു. അതിൻ്റെ എല്ലാ ഓഡിയോ മെസ്സേജസ് എൻ്റെ അടുത്ത്
ഇരിപ്പുണ്ട്. എല്ലാം കൂടെ പുറത്ത് എന്തിനാ വിടുന്നതെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഒരെണ്ണം. കാര്യം എനിക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് ഉറപ്പായപ്പോഴാണ്. ഇപ്പം ഇന്നലെ വൈകിട്ടാണ് പലരുവട്ടം പോലീസ് ശിവചേട്ടനെ വിളിക്കുന്നതെന്ന് പറയുന്നു. ഇന്നലെ രാവിലെ ഞാൻ പോലീസിൽ വിളിച്ച് ഞാൻ എന്താണ് നിങ്ങൾ ചെയ്തത്, ഇത്രയും ദിവസമായി എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ ഫോൺ ചെക്ക് ചെയ്യേണ്ടതുണ്ട്, അപ്പോൾ എൻ്റെ ഫോൺ നോക്കാൻ വേണ്ടി അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ നോക്കിയിട്ട് എന്താ കാര്യം, എൻ്റെ ഞാൻ ഓൾറെഡി അയച്ചു തന്നു, അതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം ഞാൻ എല്ലാം അയച്ചു തന്നു കഴിഞ്ഞു, ഇനി അവരെയല്ലേ വിളിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല എന്നാണ് പോലീസുകാരെന്നോട് പറഞ്ഞത്. എന്താണ് ഇതിനൊക്കെ ഉത്തരം പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. നമുക്ക് ഒരു പരാതി കൊടുത്താൽ, ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ് അത് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ പോലീസുകാർക്ക് സമയമില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇനി എവിടെയാണ് നീതി ലഭിക്കുക, എവിടെ ആരുടെ വാതിലാണ് മുട്ടേണ്ടത്? ഇനി എനിക്ക് നേരിട്ട് മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കാനായിട്ടുള്ളൊരു വാതിൽ എൻ്റെ മുന്നിലില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെയും പോയി കൊട്ടിയാനെ. അല്ലാതെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ്, എല്ലാ ഭാഗത്തു നിന്നും ഉപദ്രവിച്ചുകൊണ്ട് ിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ മൂല കാരണം എന്ന് പറഞ്ഞത് നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ എനിക്കുണ്ടായ ഒരു ദുരനുഭവത്തിനെതിരെ പ്രതികരിച്ചതാണ്. ആ പ്രതികരിച്ചതിന് ഇപ്പം സമവാക്യം ഉണ്ടാകണമെന്ന് പറയണു. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് അവരോട് എന്നെ ഉപദ്രവിച്ചവരുടെ അടുത്ത് നിന്ന് എനിക്ക് പറയാൻ പറ്റുമോ നമുക്ക് കോംപ്രമൈസ് ആക്കാം എന്ന്? അത് അവരും കൂടെ തീരുമാനിക്കേണ്ട കാര്യമല്ലേ. അതിന് പകരം അത്ഭുതമുണ്ടാകുമെന്ന് സാന്ദ്രയ്ക്ക് തോന്നുന്നുണ്ടോ? അതായത് ഇനിയും ഈ പറഞ്ഞതുപോലെ ഈ വ്യക്തിയും ഈ പറയുന്ന ഇതേയും അത് പറയാൻ പോകുന്ന കാര്യം ഇതായിരിക്കും. അദ്ദേഹം ഒരു ആൽക്കഹോളിക്കാണ്. 10 മണിക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ ഈ ലെവൽ കൂടും, ഉയർന്നു പോകും, മദ്യത്തിന്റെ ലെവൽ ഉയർന്നു പോകും. അതുകൊണ്ട് താങ്കൾ അങ്ങ് ക്ഷമിച്ചോളൂ എന്നായിരിക്കും ഇനി പറയാൻ പോകുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമെന്ന് സാന്ദ്രയ്ക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഇതിനകത്ത് എന്തെങ്കിലും നടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും ഇപ്പം ശ്രീ ബി ഉണ്ണികൃഷ്ണനെയൊക്കെ പോലെ അത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കണമായിരിക്കും രാഷ്ട്രീയത്തിലും എല്ലായിടത്തും. അല്ലെങ്കിൽ ഇപ്പം നേരത്തെ ഒരു കേസിൽ ഒരു പരോക്ഷ പ്രതികരണം നടത്തിയതിന് ഒരാളെ പിടിച്ച് അറസ്റ്റ് ചെയ്യണ്ടായി. ഇത് വളരെ ഡയറക്റ്റായിട്ട് നടത്തിയേക്കുന്ന കാര്യമാണ്, കൊലവിളിയാണ്. എന്നിട്ട് പോലും ഒന്നും നടത്തിയിട്ടില്ല. എനിക്ക് രാഷ്ട്രീയപരമായിട്ടും അല്ല ഇതുപോലെയുള്ള ബന്ധങ്ങളില്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ പറയുന്നത് എത്തപ്പെടാതെ പോകുന്നത് എന്ന് തോന്നുന്നു. എനിക്കറിയില്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. കാര്യം എനിക്ക് എൻ്റെ മുന്നിൽ ഇപ്പോൾ ഈ പറയുന്ന മീഡിയയും ജനങ്ങളും കോടതിയും മാത്രമേ ഉള്ളൂ. കോടതിയിൽ നിന്നൊരു നീതി ലഭിക്കും എന്നുള്ളതാണ് ഇപ്പം എൻ്റെ പ്രതീക്ഷ. കാര്യം എനിക്ക് എൻ്റെ അനുഭവം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇതുവരെ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും സത്യസന്ധമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നീതി ഉറപ്പായിട്ടും ലഭിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, വളരെയധികം നന്ദി സാന്ദ്ര തോമസ്. ഒപ്പം തന്നെ ഷിബു പ്രൊഡക്ഷൻ കൺട്രോളർ, ഒപ്പം രാഹുൽ ഈശ്വർ. സാന്ദ്ര പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പ്രതികരിച്ചതിന് പിന്നാലെ കൂടുതലായ കാര്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകരോട് പറഞ്ഞത്. വളരെയധികം നന്ദി അതിഥികൾക്ക്.